സംവിധായകൻ രഞ്ജിത്തിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച് യുവാവിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. യുവാവ് മാലൂർക്കുന്ന് പോലീസ് ക്യാമ്പിലെത്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് മൊഴി നൽകുക. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഇന്നലെ പരാതി നൽകിയിരുന്നു, ഇന്ന് മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ്. മാത്രമല്ല, യുവാവിന് ഈ മൊഴി മാറ്റാൻ വേണ്ടി സമ്മർദ്ദമുണ്ടെന്നും മാധ്യമങ്ങളോട് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതൊക്കെ തുറന്നു പറഞ്ഞേക്കുമല്ലേ മൊഴി രേഖപ്പെടുത്തില്ല, അല്ലേ? രീതിയിൽ തന്നെയുള്ള തുറന്നു പറച്ചിലുകളൊക്കെ ഉണ്ടായിരുന്നു. 2012 സംവിധായകനായിട്ടുള്ള രഞ്ജിത്ത് ബാംഗ്ലൂരേക്ക് കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയത്. പിന്നീട് രഞ്ജിത്ത് മദ്യപിച്ചിരുന്നുവെന്നും മദ്യപിച്ചിരുന്ന രഞ്ജിത്ത് തന്നോട് യുവസ്ഥനായി നിൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഈ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള യുവാവ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത്. പിന്നീട് ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് DGPക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി നൽകിയതിനെ തുടർന്ന് സിനിമാ മേഖലയിലുള്ള പല ആളുകൾ തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും മൊഴി നൽകുന്നതിൽ നിന്ന് പിൻവാങ്ങണമെന്നും ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നതിൽ പിൻവാങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നു. പിൻവാങ്ങണമെന്ന് ആവശ്യപ്പെട്ട് പല ആളുകളും ബന്ധപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ കോഴിക്കോട് എത്തുകയും ഈ ആളുകളുടെ മൊഴിയെടുക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്ത് മൊഴിയെടുക്കൽ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. 12 കൂടിയിട്ട് ഈ വ്യക്തിയുടെ മൊഴിയെടുക്കാൻ ആരംഭിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. 2012 ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന് പറയുന്ന സിനിമാ ലൊക്കേഷനിൽ വെച്ച് രഞ്ജിത്തുമായി ബന്ധപ്പെടുകയും പിന്നീട് രഞ്ജിത്ത് ബാംഗ്ലൂരിലേക്ക് ഇയാളെ വിളിപ്പിക്കുകയും ബാംഗ്ലൂരിൽ ഒരു സ്വകാര്യ ഹോട്ടലിലേക്ക് വിളിപ്പിക്കുകയും അവിടെ വെച്ച് പല രീതിയിലുള്ള ലൈംഗികമായ അതിക്രമം കാണിച്ചു എന്നാണ് ഇയാൾ പരാതി നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും സിനിമാ മേഖലയിലുള്ള മുതിർന്ന ആളുകളോട് ഇടവേള ബാബു ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞിരുന്നെങ്കിലും അവരും സമാനമായ രീതിയിലുള്ള ആവശ്യങ്ങളായിരുന്നു യുവാവിനോട് മുന്നോട്ടേക്ക് വെച്ചത് എന്ന കാര്യങ്ങളും ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇദ്ദേഹം പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മൊഴിയായിരിക്കും നൽകുക എന്നാണ് ഈ യുവാവ് കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് വീണ്ടും പറഞ്ഞിട്ടുള്ളത്. കാരണം തനിക്ക് നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ച് നിരവധി തെളിവുകൾ തന്റെ കയ്യിലുണ്ട്. അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്താൻ തയ്യാറല്ല, എന്നാൽ അന്വേഷണ സംഘത്തിന് മുൻപിൽ വെളിപ്പെടുത്തും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ അരമണിക്കൂർ മുമ്പ് ഈ മാലൂർ AR ക്യാമ്പിൽ ആരംഭിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി.